നമസ്കാരം, ഞാൻ ശക്തി. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അശ്വതി നക്ഷത്ര ജാതകരുടെ ഏകദേശം 47 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ഉള്ള കാലഘട്ടത്തിൽ അവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള അനുഭവത്തിൽ വരുന്ന രാഹുർ ദശാകാലത്തിൻ്റെ പൊതു ഫലമാണ്. ഏകദേശം ഒരു ലഘു വിവരണമാണ്. നമ്മൾ അശ്വതി നക്ഷത്രത്തിൻ്റെ ജനനം മുതൽ ഇപ്പോൾ ഏകദേശം 47 വയസ്സ് വരെയുള്ള ദശാകാല ഫലങ്ങൾ പറഞ്ഞ് അഞ്ചിലധികം വീഡിയോകൾ ഇട്ട് കഴിഞ്ഞു. നമ്മൾ 6ാമത്തെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അശ്വതി നക്ഷത്രജാതൻ്റെ 47 വയസ്സ് മുതൽ ഏകദേശ കണക്കനുസരിച്ച് 47 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള സാധക നക്ഷത്രാധിപദശ എന്ന് പറയുന്ന രാഹുർ ദശാകാലം ഏതൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ നൽകാനിടയുള്ളത് എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഏതൊരു ദശാകാലത്തിൻ്റെയും ഫലം പൂർണ്ണമായിട്ടുള്ള ഗുണദോഷ ഫലം അനുഭവത്തിൽ വരുന്നത് ആ വ്യക്തിയുടെ ജാതകത്തിൽ ദശാനാഥനായിട്ട് വരുന്ന ഗ്രഹം ഏത് രീതിയിൽ നിൽക്കുന്നു, ശുഭനോ അശുഭനോ, സ്വക്ഷേത്ര ബലവാനാണോ അതോ യോഗകാരകനാണോ എന്നതൊക്കെ ആശ്രയിച്ചാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ശുഭനായിട്ടുള്ള രാഹുർ ദശാകാലമാണെങ്കിൽ ഏകദേശം 47 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ഒരു അശ്വതി നക്ഷത്ര ജാതകനെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ജാതകപ്രകാരം ശുഭാവസ്ഥയിലുള്ള രാഹുർ ആണെങ്കിൽ ആ രാഹുർ ദശാകാലം എന്ന് പറയുന്നത് പൊതുവെ രാജയോഗ തുല്യമായിട്ടുള്ള ഗുണഫലങ്ങൾ അനുഭവപ്പെടാനിടയുള്ളൊരു കാലഘട്ടമായിരിക്കും. രാഹുർ ദോഷത്തിൻ്റെ പൊതുഫലം നമ്മൾ പറയുമ്പോൾ വിഷജന്തുക്കളിൽ നിന്നും ഭയം, ഇഴജന്തുക്കൾ അത് പാമ്പ് പോലെയുള്ള വിഷജന്തുക്കളിൽ നിന്നും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പാമ്പ് മാത്രമല്ല, പട്ടി, തേള്, പഴുതാര, എട്ടുകാരി, അങ്ങനെ വലിപ്പച്ചെറുപ്പമില്ലാതെ വിഷജന്തുക്കളിൽ നിന്നുള്ള ഭയം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് രാഹുർ ദശാകാലം. അവയെ കണ്ട് ഭയന്നാലും മതി. അതുപോലെ തന്നെ അഗ്നി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലൂടെയും ഭയം പ്രതീക്ഷിക്കാം. വിഷാഗ്നി ഭയം, രാജകോപം, നിയമ മേഖലയിൽ വർത്തിക്കുന്നില്ലെങ്കിൽ അധികാരികളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള കോപഫലങ്ങൾക്ക് പ്രത്യേകിച്ച് കേസ് വഴക്കുകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഒരു രാഹുറിൻ്റെ സ്വഭാവ സവിശേഷത പ്രകടമാക്കുന്ന ഫലങ്ങൾ വന്നു പോകുമ്പോൾ തന്നെ അതിനിടയിൽ രാജകീയമായിട്ടുള്ള അംഗീകാരം, അധികാരികളിൽ നിന്നുള്ള അംഗീകാരവും അനുമോദനങ്ങളും ലഭിക്കുക, ഉന്നത സ്ഥാനമാന ലബ്ധി ലഭിക്കുക, സാമ്പത്തികമായിട്ട് നിധി നിക്ഷേപങ്ങൾ ലഭിക്കുക, ഭാഗ്യാനുഭവങ്ങളിലൂടെ ധനാഗമം, ഇത്തരത്തിലുള്ളൊരു ഫലത്തിനും സാധ്യതയാണ്. അത് കൂടുതലും ഈ ഒരു വ്യക്തിയുടെ ജാതകപ്രകാരം രാഹുർ ശുഭനാണോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും തീർച്ചയായിട്ടും ഫലം വരിക. ശുഭാവസ്ഥയിലാണെങ്കിൽ ജാതകപ്രകാരം രാഹുർ ശുഭനാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള അധികാര ലബ്ധി ഉണ്ടാകും. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും. മറ്റേതെങ്കിലും അധികാര സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് അത്തരത്തിലുള്ള അധികാര സ്ഥാനങ്ങൾ ലഭിക്കും. അധികാര മേഖലയിൽ ഒരു വിപുലീകരണം, ഒരു സ്ഥാനക്കയറ്റം, സ്ഥാനലബ്ധി ഇവയൊക്കെ ലഭിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ ഭോഗവിഷയങ്ങളിൽ, വിഷയാസക്തി സംബന്ധമായിട്ടുള്ള ഭോഗവിഷയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സുഖാനുഭവങ്ങൾക്കിടയുണ്ട്. പ്രത്യേകിച്ച് ശുഭനായിട്ടുള്ള രാഹുറിൻ്റെ ഒരു ദശാകാലത്തിൽ വിശിഷ്ട വ്യക്തികളായിട്ട്, അതായത് വളരെയേറെ ഉന്നത നിലയിൽ നിൽക്കുന്ന വ്യക്തികളുമായിട്ടുള്ള സംഗമം തന്നെ ഉണ്ടാകാനിടയുള്ളൊരു കാലഘട്ടം. അതുപോലെ തന്നെ നഗരങ്ങളുടെയോ ഗ്രാമങ്ങളുടെയോ ഒക്കെ ഒരു ആധിപത്യം, അധികാരപ്രാപ്തി ലഭിക്കുക, ഖനന വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഏറെ നേട്ടങ്ങൾ ഉണ്ടാവുക, കുടുംബപരമായിട്ടുണ്ടായിരുന്ന വലിയ വലിയ കേസ് വഴക്കുകളൊക്കെ വിജയകരമായ രീതിയിൽ അവസാനിപ്പിക്കുവാൻ സാധിക്കുക, ശാരീരികമായിട്ടുണ്ടായിരുന്ന വിവിധ തരത്തിലുള്ള മഹോദരമടക്കമുള്ള രോഗദുരിതങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ശമനം ശസ്ത്രക്രിയാദി വിഷയങ്ങളിലൂടെ ലഭിക്കുക. ഇങ്ങനെ ഒരു പിടി നേട്ടങ്ങൾ ശുഭനായിട്ടുള്ള രാഹുറിൻ്റെ ദശാകാലത്തിൽ ലഭിക്കും. എന്നാൽ അശുഭസ്ഥിതനാണ് രാഹുറെങ്കിലോ
രാഹു ഒരു ശുഭഭാവത്തിലല്ല, അല്ലെങ്കിൽ യോഗകാരകനല്ല, നീചനാണ്, നീചഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു അശ്വതി നക്ഷത്രജാതനെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ 47 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള രാഹു ദശാകാലത്ത് നീർവീഴ്ച രോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. നീരുവീഴ്ച സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, പേശി വലിവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, പേശി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, നാഡീ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിഷാഗ്നി ഭയം, അപകീർത്തി, മ്ലേച്ഛ സ്വഭാവമുള്ള വ്യക്തികളുമായിട്ടുള്ള വീഴ്ച, അതുമൂലമുണ്ടാകുന്ന ധനനഷ്ടം, അപകീർത്തി, കോടതി വ്യവഹാരങ്ങളിലൂടെ കടന്നു പോവുക, ഇങ്ങനെയുള്ളൊരു ദുരനുഭവങ്ങൾ കൂടെ ഏറ്റവും കൂടുതൽ ഈ സദാചാര വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തപ്പെടുകയും അവ പൊതുസമൂഹം അറിയപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രജാതരെ സംബന്ധിച്ച് നീചനായിട്ടുള്ള രാഹുവിൻ്റെ ദശാകാലത്തിലാണ്. രാഹുവിൻ്റെ ദശാകാലം എന്ന് പറയുന്നത് നമ്മളങ്ങനെ മോശമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം രാഹു ദശാകാലത്തിൽ ഒരു മദ്യപിക്കുന്ന സ്വഭാവമുള്ള ഒരാളെ സംബന്ധിച്ച്, മദ്യം എന്ന് പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞാണ്, ഏതൊരു തരത്തിലുള്ള ദൗർബല്യമാണോ ഉള്ളത് ആ വ്യക്തിയുടെ ദൗർബല്യത്തിൻ്റെ ആഗ്രഹം എന്തിലാണോ ആ വ്യക്തിക്ക് ദൗർബല്യമുള്ളത് ആ വിഷയം കൂടുതലായിട്ട് ഉപയോഗിക്കുവാനുള്ള അവസരങ്ങൾ ധാരാളമായിട്ട് കിട്ടും. ഇപ്പോൾ മദ്യമാണ് ഉപയോഗിക്കുന്ന ഒരാളുടെ ദൗർബല്യം മദ്യമാണ്, ഒരു അശ്വതി നക്ഷത്രം അതിൻ്റെ ദൗർബല്യം എന്ന് പറയുന്നത് മദ്യമാണെങ്കിൽ ആ വ്യക്തിക്ക് രാഹുദശാകാലത്തിൽ വയറ് നിറച്ച് കുടിക്കാനുള്ള ഭാഗ്യം, ഒരു സാധ്യത കിട്ടും. പക്ഷെ അതിലൊരു പണിയിരിപ്പുണ്ട്. വയറ് നിറത്തിങ്ങനെ മദ്യം കുടിച്ച് മതിച്ച് മതോന്മത്തനായിട്ട് നടക്കുന്ന ആ ജാതകനെ ദശാകാലം പകുതി പിന്നിടുമ്പോൾ മദ്യത്തിൻ്റെ ഉപയോഗം കൊണ്ടുള്ള രോഗദുരിതങ്ങളുടെ ആഗമനമായി. അപ്പോൾ രാഹു മോശക്കാരനാണ്. നമ്മളുടെ വീക്ക്നെസ് എന്താണോ, നമ്മളുടെ ദൗർബല്യം എന്താണോ അതിലേക്ക് നമ്മളെ മൊത്തമായിട്ട് അഴിച്ചു വിടുകയാണ് രാഹു. രാഹു ഭഗവാന്റെ സ്വഭാവം അതാണ്, അഴിച്ചു വിടുകയാണ്. നീ കയറി എങ്ങനെ വേണമെങ്കിലും നീ അത് ആഘോഷിച്ചോളൂ. കാരണം തെറ്റാണ് അത് നിന്നോട് പറഞ്ഞാൽ മനസ്സിലാകും. പിന്നെ ചെയ്യണം, ഇനി അതിലേക്ക് തള്ളിവിടുകയാണ്. നീ അതിൻ്റെ അകത്ത് ഇപ്പം മദ്യപാനമാണെങ്കിലും ഭാര്യ അറിയാതെ ഭർത്താവിനുള്ള വേറൊരു ബന്ധമാണെങ്കിലും, ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്കുള്ള വേറൊരു ബന്ധമാണെങ്കിലും, അത്തരം ബന്ധങ്ങളടക്കമുള്ള ദൗർബല്യങ്ങളിൽ മുഴുകി രമിച്ച് സുഖിക്കാൻ ഒരുപാട് സാധ്യതകൾ രാഹു ഉണ്ടാക്കിത്തരും. എന്നാൽ ദശാമധ്യത്തിൽ നീ ചെയ്യുന്നത് തെറ്റാണ്, നീ ചെയ്യുന്നത് നീതിയല്ല, നീ ചെയ്യുന്നത് വെറും മോശമായ കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന രീതിയിൽ തിരിച്ചടിയുന്നത്. തിരിച്ചടി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും ആവർത്തിക്കാത്ത തരത്തിലുള്ള തിരിച്ചടി ആയിരിക്കുന്നത്. അങ്ങനെ ഒരു ഗുണവും രാഹു ദശാകാലത്തിൽ ഉണ്ടാകാറുണ്ട്. രാഹു ദശാകാലത്തിൽ കൂടുതലായിട്ടും അനുഭവത്തിൽ വരാനിടയുള്ളത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നാഡീഞരമ്പ് സംബന്ധമായ വിഷയങ്ങൾ, കാലിൻ്റെയും കൈയുടെയും ഒക്കെ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ പുറത്തിൻ്റെയൊക്കെ മസിലുകളിൽ ഉണ്ടാകുന്ന വേദനകൾ, കോച്ചിപ്പിടുത്തം, നാഡീഞരമ്പുകളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഉണ്ടാകുന്ന അസ്ഥി തേയ്മാനം, അതുപോലെ തന്നെ ഇടുപ്പെല്ലുകളുടെ തേയ്മാനം, അവയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങൾ മുതൽ ഗർഭാശയ ക്യാൻസർ, മാരടത്തിൻ്റെ ക്യാൻസർ, അങ്ങനെ മാരകമായിട്ടുള്ള രോഗങ്ങളിലൂടെ വരെ രാഹു ദശാകാലം പോകാനിടയും. ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ രാഹു ദശാകാലത്തിൽ ഒരു രോഗം വരിക എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് നീരുവീഴ്ച രോഗങ്ങൾ വരിക, തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു മരുന്ന് കഴിച്ചു നീരുവീഴ്ച 2 ദിവസം മാറിയ 3-ൻ്റെ അന്ന് മാറിയതിൻ്റെ ഇരട്ടി വരും. ആശങ്കപ്പെടുത്തുക. തുടർച്ചയായിട്ട് നീരുവീഴ്ച രോഗം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നത്തെ കാലത്ത് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 900 ഡോക്ടർമാരുടെ ജിങ്കിടികളും എല്ലാം കൂടി ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ, വൃക്കാരോഗമാണോ ആ രോഗമാണോ ഇങ്ങനെ ഭയജഗതനാകുന്ന ഒരവസ്ഥയിലേക്ക് രാഹു കാര്യങ്ങൾ കൊണ്ടെത്തി. അതോടൊപ്പം തന്നെ അസംസ്കൃത വസ്തുക്കളുടെ വിപണനം കൊണ്ട് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടായിത്തരും. ഖനന വസ്തുക്കളുടെ വിപണനം, വിൽപ്പന, പാറമടകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിൽപ്പന വ്യവസായം, പഴയ ആക്രയ വസ്തുക്കളുടെ വ്യവസായം,
ഇവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ, പ്രത്യേകിച്ച് ഇരുമ്പ്, തുരുമ്പ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട്, തുകലുകളുമായിട്ട് ബന്ധപ്പെട്ട്, തുകലുകൾ എന്ന് പറഞ്ഞാൽ ചെരുപ്പിനും ബാഗിനൊക്കെ ഉപയോഗിക്കുന്ന തുകലുകളുമായിട്ട് ബന്ധപ്പെട്ട്, ബലൂൺ പോലുള്ളവയുമായിട്ട് ബന്ധപ്പെട്ട്, രാസവസ്തുക്കളും കീടനാശിനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസായമൊക്കെ തന്നെ വലിയ രീതിയിൽ വൻ സാമ്പത്തിക ലാഭം നേടിത്തരുന്ന നിധി നിക്ഷേപ ലാഭം എന്നാണ് പറയുന്നത്. അപ്പം അധ്വാനിക്കാതെ കഷ്ടപ്പെടാതെ ഉള്ള കുറച്ചധികം ധനം ഈ കാലഘട്ടത്തിൽ കൈവശം വരാനിടയുണ്ട് എന്നുള്ളതും രാഹുർ ദശാകാലത്തിൽ എടുത്തു പറയാവുന്ന ഒരു ഫലമാണ്. രാഹുർ ദശാകാലത്തിൽ ജാതകപ്രകാരം രാഹുർ നീചനായിട്ടിരിക്കുന്ന ഒരു ഗ്രഹനിലയുള്ളവരെ സംബന്ധിച്ച് സ്ത്രീയാണെങ്കിൽ അവർക്ക് പാതിവൃത്യനാശം ഉണ്ടാകും. അത് ദുഷ്ടന്മാരുമായിട്ടായിരിക്കും, ദുഷ്ടചിന്താഗതിയുള്ള മ്ലേച്ഛന്മാരുമായിട്ടായിരിക്കും. പുരുഷന്മാരാണെങ്കിൽ ഏകപത്നി വ്രതക്കാരാണെങ്കിൽ പോലും അവരുടെ മനസ്സ് ചാഞ്ചാടുകയും അവരെന്തെങ്കിലും ഒരു വേണ്ടാധീനങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യാനിടയുണ്ട്. വളരെ നീതനായിട്ടിരിക്കുന്ന രാഹുറിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഇടപാടൊക്കെ നടത്തിയാൽ അത് കേസും വഴക്കും അപകീർത്തിയൊക്കെ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് പോകും. എന്നാൽ ശുഭനായിട്ടിരിക്കുന്ന രാഹുറിനെ സംബന്ധിച്ച് ഉന്നത സ്ഥാനമാന ലബ്ധി മുതൽ സാമ്പത്തികമായിട്ടുള്ള വൺ അഭിവൃദ്ധി വരെ നൽകപ്പെടുന്നതാണ്. രാഹുർ പലരും പറയാറുണ്ട് രാഹുർ ദശാകാലം എന്ന് പറയുന്നത് പൊതുവെ പൊട്ടയാണ്, മോശമാണ്, ഇരുട്ട് നിർത്തുന്നതാണ്, മറവിൽ നിർത്തുന്നതാണ്, മറഞ്ഞു നിൽക്കുന്നതാണ്, ചരിഞ്ഞു നിൽക്കുന്നതാണ്, നിഴല് പോലെ നിൽക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ശരിയല്ല. രാഹുർ ദശയുടെ തുടക്കം, രാഹുർ അപകാരം എന്ന് പറയുന്നത് ഏകദേശം 2 വർഷം 8 മാസം ചുരുവാനും വരും. ആ ഒരു കാലഘട്ടത്തിൽ ചില വിഷയങ്ങൾ സംബന്ധിച്ച് ചില വ്യക്തതക്കുറവുകൾ സംഭവിക്കാം. അത് എത്രയേറെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാലും വിശ്വസിക്കാത്ത രീതിയിലേക്ക് ചില കാര്യങ്ങൾ, ചില പുസ്തകം ഈ ജാതകനെതിരായിട്ട് വരിക. എത്രയേറെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാലും അവരെവിടെയെങ്കിലും ഒന്ന് അടിപ്പതറുക, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും വ്യക്തികൾ ബടക്കാക്കി തനിക്കാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കിട്ടിക്കൊണ്ടു പോവുക. തൊഴിൽ സംബന്ധമായിട്ടാണെങ്കിലും അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകേണ്ടി വരിക. അത് സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളെ സംബന്ധിച്ചാണെങ്കിലും അവനവൻ്റെ ആത്മാഭിമാനം കാത്തുസൂക്ഷിക്കുന്ന കാര്യത്തിലാണെങ്കിലും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരികയും പാപബോധരഹിതമായിട്ട് പിന്നീട് പോവുകയും ചെയ്യും. കാരണം ചെയ്യുന്നത് പാപമാണ് എന്നൊരു ബോധമുണ്ടെങ്കിലല്ലേ നമുക്കതിൽ കുറ്റബോധം വരിക, അതിൽ പശ്ചാത്തപിക്കുകയും ചെയ്തു. രാഹുർ ദശാകാലത്തിൽ അമിതമായിട്ടുള്ള സാഹസം കാണിക്കാനിടയാകും. ആവശ്യമില്ലാത്തൊരു സാഹസികതയായിരിക്കും അത്. അതൊരു വേദിയിലായാലും ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലാണെങ്കിലും അനാവശ്യമായിട്ട് ഉള്ളൊരു വികാരാവേശം കൊണ്ടുള്ളൊരു പ്രതികരണം. അത്തരം പ്രതികരണങ്ങൾ ആയുധം കൊണ്ടുള്ള മുറിവിലേക്കൊക്കെ നയിക്കാതെ ശ്രദ്ധിക്കേണ്ടതും ജാതകം തന്നെയാണ്. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ വിള്ളൽ വരാതിരിക്കാൻ ജാതകന് പ്രത്യേകം ദാമ്പത്യ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരം മിണ്ടാട്ടവും ഉരിയാട്ടവും ഇല്ലാത്ത, പരസ്പരം ഭാര്യ എന്താണെന്ന് അറിയാത്ത ഭർത്താവും ഭർത്താവ് എന്താണെന്ന് അറിയാത്ത ഭാര്യയുമാണെങ്കിൽ വേർപാടും വിയോഗവും വിരഹവും തന്നെ ഈ ദശാകാലത്തിൽ ഫലങ്ങളായിട്ട് പറയാം. കാരണം വേർപിരിഞ്ഞ് താമസിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഭാര്യ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ രാഹുർ ദശയിലൂടെ പോകുന്ന ഭാര്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കള്ളത്തരങ്ങൾ, വേണ്ടാദിനങ്ങൾ, മറച്ചു വയ്ക്കുന്ന ചില കാര്യങ്ങൾ ഭർത്താവിൻ്റെ തെളിവ് സഹിതം പിടികിട്ടില്ല. ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഭാര്യയ്ക്കൊരു ധാരണയുണ്ടാകുന്നു. അത്തരത്തിൽ ദാമ്പത്യ വിരഹത്തിലേക്കും പോകുവാൻ സാധ്യത. നീചനായിട്ടുള്ള രാഹുറിൻ്റെ ദശാകാലമാണെങ്കിൽ ശസ്ത്രക്രിയ വേണ്ടി വരും, ഏതെങ്കിലും ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ പോലും രാഹുർ നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ദൗർബല്യം എന്താണോ ആ ദൗർബല്യത്തിൽ നമ്മളെ മുക്കി കുളിപ്പിച്ച് എടുക്കുകയാണ്. ദശയുടെ ആരംഭത്തിൽ, ദശയുടെ മധ്യം മുതൽ നമ്മളെ തോർത്താൻ തുടങ്ങും. കാരണം അത് ശരിയല്ല. മുക്കി കുളിപ്പിച്ചെടുത്ത പിന്നെ തോർത്തി വെടിപ്പാക്കുക എന്നുള്ളതാണ് അടുത്ത കർമ്മം. ആ രാഹുർ ദശ തീരുമ്പോൾ ഏകദേശം ഏത് വീക്ക്നെസ്സാണോ ഒരു ജാതകനുണ്ടായിരുന്നത്, എന്താ പറയുക, ശരിയല്ലാത്ത, ന്യായമല്ലാത്ത, നീതിയല്ലാത്ത ഏത് ദൗർബല്യമാണോ ഒരു ജാതകനുണ്ടായിരുന്നത്, ആ ദൗർബല്യം 100% തുടച്ചു മാറ്റിയിരിക്കില്ല. അതുപോലെ തന്നെ രാഹുർ ദശയിൽ അപകടങ്ങൾ സംഭവിക്കാം, രക്തസ്രാവം ഉണ്ടാവുക രാഹുർ ദശയിൽ സംഭവിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ വാഹനാപകടത്തിലൂടെ കാല് പോയി, കൈ പോയി, അല്ലെങ്കിൽ വളരെ മരണസമാനമായിട്ടുള്ള ദുഃഖങ്ങളെ നേരിടേണ്ടി വന്നു എന്ന് പറയുന്ന തരത്തിലേക്കൊക്കെ രാഹുർ ദശാകാലത്തിൽ രാഹുറിൻ്റെ ശുഭ അശുഭ സ്ഥിതിയുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് സംഭവിക്കാനിടയുണ്ട്.
അതുപോലെ രാഹുർ ദശാകാലത്ത് പടിഞ്ഞാറ് ദിക്കിലേക്ക് യാത്ര വേണ്ടി വരും. ശുഭനായിട്ടുള്ള രാഹുറാണെങ്കിൽ പടിഞ്ഞാറ് ദിക്കിലേക്ക് യാത്ര, പ്രത്യേകിച്ച് കടൽ കടന്നൊക്കെയുള്ള യാത്ര എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതല്ലെങ്കിൽ അവരവർ വസിക്കുന്ന പ്രദേശത്തു നിന്നും പടിഞ്ഞാറ് ദിക്കിലേക്കുള്ളൊരു യാത്ര, അത് കുറച്ച് നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാക്കുന്ന ഒരു യാത്രയായിരിക്കും. അത്തരത്തിലുള്ള യാത്രകൾ നടത്തേണ്ടി വരും. അതോടൊപ്പം തന്നെ തന്നിൽ താഴ്ന്നവരുമായിട്ടുള്ള സഹവാസവും ചില പ്രശ്നങ്ങളുണ്ടാകും. ജാതീയമായിട്ടോ മതപരമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ സാംസ്കാരികപരമായിട്ടോ ഒക്കെ തങ്ങളിൽ വളരെ താഴ്ന്നവർ, അത്തരക്കാരുമായിട്ടുള്ള സഹവാസങ്ങൾ ചില അടിപിടി കലഹം പോലുള്ള പ്രശ്നങ്ങളിലേക്കോ നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിലേക്കോ പോലും നയിക്കപ്പെടാനിടയുണ്ട്. അപ്പോൾ രാഹുർ ദശാകാലം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രജാതരെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടെ നോക്കിക്കാണേണ്ടുന്ന ഒരു ദശാകാലമാണ്. കാരണം 47 വയസ്സ് വരെ മനസ്സിൽ അടക്കി വെച്ചിരുന്ന പല നഷ്ടബോധങ്ങളുടെയും കാരണങ്ങൾ, കാര്യങ്ങൾ വീണ്ടും ഉയർന്നു വരുവാനും അങ്ങനെ ഉയർന്നു വരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള വ്യഗ്രതയും തന്ത്രപരമായിട്ടുള്ള ചരടുവലികൾ ഒക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. രാഹുർ ദശാകാലത്തിലാണ് സാധാരണഗതിയിൽ നഷ്ടപ്പെട്ടു പോയ പ്രണയങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടിയിണക്കാവൂ എന്ന് വിചാരിച്ചുകൊണ്ട് ചില ജാതകർ ഇറങ്ങിത്തിരിക്കുന്നു. ഒരു പരിധി വരെ അതിൽ വിജയിക്കാറുണ്ട്. പക്ഷെ അതിലൊരു പ്രശ്നമെന്ന് പറയുന്നത് സംഗതിയെല്ലാം വിജയിച്ചവരുടെ മോഹസാക്ഷാത്കാരമെല്ലാം നേടിക്കഴിയുമ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. അതോടുകൂടി ഒരു കുടുംബിനിയായിട്ട് ജീവിക്കുന്ന അവരുടെ ജീവിതവും താറുമാറായി, ഒരു കുടുംബനാഥനായിട്ട് ജീവിക്കുന്ന ഇവരുടെ ജീവിതത്തിലും പ്രതിസന്ധികളായി. അപ്പം രാഹുർ ദശ കാലമെന്ന് പറയുന്നത് വളരെയേറെ ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. എടുത്തിയാട്ടങ്ങൾ പാടില്ല. കൂടെ നിൽക്കുന്നവരടക്കം നമ്മളെ ചതിവിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കുതന്ത്രങ്ങളുമൊക്കെ ഒപ്പിച്ചുകൊണ്ട് വരാനിടയുണ്ട്. അപ്പോൾ വെളുത്തതെല്ലാം പാലാണെന്ന് കരുതിക്കൊണ്ട് രാഹുർ ദശയിൽ ഒരിക്കലും ഒരു ജാതകന് മുന്നോട്ട് പോകാൻ പറ്റില്ല. വളരെയേറെ ജാഗ്രത, മുൻപെങ്ങുമില്ലാത്തത്രയും സൂക്ഷ്മദർശന ബുദ്ധി, അതിലുപരി കാര്യങ്ങളെ വിവേകത്തിലൂടെ മനസ്സിലാക്കാനും വികാരപരമായിട്ടുള്ള പ്രതികരണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനുള്ള ഒരു ബുദ്ധിയും കൂടെ പ്രദർശിപ്പിച്ചില്ലെങ്കിൽ രാഹുർ ദശാകാലം വളരെയേറെ കഷ്ടമായിട്ട് മാറും. രാഹുർ ദശയിൽ ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്, ശക്തിയല്ല. ശക്തി രാഹുർ ദശയിൽ എവിടെ ഉപയോഗിക്കണമോ അവിടെ എല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും കലഹങ്ങളും വഴക്കും കേസും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് മാറും. ബുദ്ധിയാണ് ഉപയോഗിക്കണമെങ്കിൽ ദുർബുദ്ധി പോലും ആ സമയത്ത് വളരാവുന്നതാണ്. എങ്കിൽ പോലും അവനവൻ്റെ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് സൽബുദ്ധിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ രാഹുർ ദശാകാലം എന്ന് പറയുന്നത് ഏകദേശം ഏറെ ഗുണങ്ങൾ നൽകുന്നതായിരിക്കും എന്നാണ് നമുക്കിവിടെ ലഘുവായ തരത്തിൽ സൂചിപ്പിക്കാൻ. രാഹുർ ദോഷ പരിഹാരത്തിന് നവഗ്രഹക്ഷേത്രത്തിൽ രാഹുർ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടാണ് വഴിപാടുകൾ ചെയ്യുന്നത്. അതല്ലെങ്കിൽ സർപ്പക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. ശനിവത് രാഹു എന്ന് പറയുന്നത് പോലെ ശനിയാഴ്ച ദിവസം രാഹുർകാല സമയത്ത് രാഹുർ ദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. നീല നിറത്തിലുള്ള പട്ടിൽ വെള്ളി കൊണ്ടുള്ള നാഗപ്പത്തി പൊതിഞ്ഞ് അതിനുള്ളിൽ 4 മുഴം മുല്ലപ്പൂ മാലയും കൂടെ ചേർത്ത് രാഹുർ പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രത്തിലോ സർപ്പക്ഷേത്രത്തിലോ സമർപ്പിക്കുക. 100 പാലും തളിച്ചു കൊടുക്കുന്നത് പോലുള്ള മറ്റു വഴിപാടുകൾ ചെയ്യുക. ഇരുമ്പ് വിളക്കിൽ എള്ളെണ്ണ ഒഴിച്ച് ദീപം തെളിയിക്കുക. രാഹുർകാല സമയത്ത് കൂടുതലായിട്ടുള്ള പ്രാർത്ഥനകൾ, അഷ്ടനാഗ സ്തോത്രം, രാഹുർ സ്തോത്രങ്ങൾ എന്നിവ ജപിക്കുന്നതും നല്ലതാണ്. രാഹുർ ദശാകാലത്തിൽ ഒരു എന്താ പറയുക, സ്നാനം, ഗുൽഗുലു മലയചന്ദനം പാച്ചോറ്റി, ഗുൽഗുലു മലയചന്ദനം പാച്ചോറ്റി തൊലി എന്നിവ ഇട്ട് തിളപ്പിച്ചാറിയ ജലത്തിൽ ശനിയാഴ്ച ദിവസം രാഹുർകാല സമയത്ത്, ഞായറാഴ്ച ദിവസം രാഹുർകാല സമയവും സ്വീകരിക്കാവുന്നതാണ്. രാഹുർകാല സമയത്ത് ദേഹം കഴുകുന്നതും ശേഷം കറുപ്പോ നീലയോ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, അതിനുശേഷം ക്ഷേത്ര ദർശനവും വഴിപാടും നടത്തുന്നത് നല്ലതാണ്. ശനിയാഴ്ച ദിവസം പഞ്ചലോഹത്തിൽ നിർമ്മിച്ച സർപ്പാകൃതിയിലുള്ള മോതിരം രാഹുർകാല സമയത്ത് രാഹുർ ദോഷമുള്ളവർ കൈവിരലിൽ ധരിക്കുന്നതും ദോഷപരിഹാരമായിട്ട് ജ്യോതിഷത്തിൽ അഭിപ്രായമുണ്ട്. ഇപ്പോൾ രാഹുർ ദശാകാലം എന്ന് പറയുമ്പോൾ തന്നെ കേട്ട് ഭയപ്പെട്ടു പോകേണ്ട കാര്യമൊന്നുമില്ല. ജാതകപ്രകാരം രാഹുർ ശുഭനോ അശുഭനോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് ഫലം നിർണ്ണയിക്കാൻ പറ്റുക. എന്നാൽ പോലും മദ്യപാനാദി സ്വഭാവമൊക്കെ ഉള്ളവർ രാഹുർ ദശാകാലത്ത് അതൊക്കെ നിർത്തി നല്ല നടപ്പിന് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ കരൾ സംബന്ധമായ രോഗങ്ങളിലേക്ക് രാഹുർ കൊണ്ടെത്തിക്കും.
പിന്നീട് ഒരിക്കലും അത് ചെയ്യാത്ത രീതിയിൽ രാഹുറാക്കുക എന്നുള്ളതും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി ഇരിക്കേണ്ടതാണ്. നമുക്കിതാണ് ലഘുവായ രീതിയിൽ ഇവിടെ പറയാനുള്ളത്. നമ്മളിനി തുടർച്ചയായിട്ട് ഭരണി നക്ഷത്രത്തിൻ്റെയും മറ്റുള്ള നക്ഷത്രങ്ങളുടെയൊക്കെ ഓരോരോ ദശാകാലങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നുണ്ട്. ജ്യോതിഷ സംബന്ധമായിട്ട് ചില അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ ചോദിക്കാൻ പലരും ഇങ്ങനെ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു വാട്സപ്പ് ഉണ്ട്, 9288115644 എന്ന നമ്പറിലുള്ള വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ സമയം പോലെ നോക്കി സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത വർഷം കാണാം.